നിങ്ങളുടെ മുടിയെ മറ്റുള്ളവർ അസൂയയോടെ നോക്കും. ഈ ഒരു പച്ചക്കുഴമ്പ് തലയിൽ തേച്ചാൽ മുടി പനങ്കുല പോലെ വളരും. മുടി കൊഴിച്ചിലിനും മുടി വളരാനും നമ്മൾ പല തരത്തിലുള്ള പല എണ്ണകളും തേച്ചിട്ടുണ്ട്. ഒരു തരത്തിലും ഈ പറയുന്ന പലതും നമുക്ക് ഫലിക്കാതെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ നാട്ടിലും നമ്മുടെ പല സ്ഥലങ്ങളിലും ഇഷ്ടം പോലെ ഈ മുടി വളരാൻ, മുടി കിളിർക്കാം, അല്ലെങ്കിൽ മുടി കൊഴിഞ്ഞു പോകുന്നത് വീണ്ടും കിളിച്ച് വരും എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് സാധനങ്ങൾ ചെയ്ത് നോക്കിയിട്ടും ഒരു ഫലവും കാണാത്തവർക്ക് വേണ്ടിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇത് വളരെ എഫക്റ്റീവായ ഒരു സാധനമാണ്. മുടി നമുക്ക് പനങ്കുല പോലെ വളരും. അതുമാത്രമല്ല, നമുക്കിപ്പോൾ ഈ പറഞ്ഞ മുടി കൊഴിച്ചിലുണ്ടായി നമ്മൾ കുളിക്കാൻ കയറുമ്പോഴൊക്കെ കാണാൻ പറ്റും. നമ്മളൊന്ന് തോർത്ത് കഴിയുമ്പോൾ ഈ തോർത്ത് നിറച്ച് മുടിയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വേണ്ടുന്ന കുറച്ച് സാധനങ്ങളുണ്ട്. ദാണ്ട എൻ്റെ ഫ്രണ്ട് ഇരിപ്പുണ്ട്. ഇത് കറിവേപ്പിലയാണ്. ഇത് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല. ഇത് 2 ചെമ്പരത്തി പൂവുണ്ട്. ഇത് മാത്രം വേണ്ട, ഇതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് സാധനം കൂടെ വേണം. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് ഞാനൊന്ന് കാണിച്ചു തരാം. നമ്മളൊരു 1/2 ഗ്ലാസ് വെള്ളം തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്കൊരു 1 സ്പൂണ് ചായപ്പൊടി ഇട്ട് കൊടുക്കാം. അതായത് തേയിലയാണ് വേണ്ടത്. തേയില ഇട്ട് കൊടുക്കുക. ഇതിനെ നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം ഇതിങ്ങനെ വെറുതെ തിളപ്പിച്ചാൽ മാത്രം പോരാ. ഇതിലേക്ക് നമ്മൾ എടുത്തുകൊണ്ട് വന്നിരിക്കുന്ന കറിവേപ്പില എത്ര വേണമെങ്കിലും ഇടാം കേട്ടോ. നമ്മളിപ്പം 1 പിടി കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. കാര്യം കറിവേപ്പില മുടിക്ക് അത്രത്തോളം നല്ലൊരു സാധനമാണ്. അപ്പം ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇനി എന്താണെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മുടെ ചെമ്പരത്തി ഇലയും ചെമ്പരത്തി പൂവും കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങനെ പിച്ചി പറിച്ച് ഇതിലേക്ക് ഇടാം കേട്ടോ. ഇതുപോലെ ഒന്ന് ചെറിയ ഇതായിട്ട്, അല്ലെങ്കിൽ ഇത് അരഞ്ഞു വരാൻ ഇച്ചിരി പാടായിരിക്കും. നമ്മളിങ്ങനെ പിച്ചി ഇടുക. ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പം തിളപ്പിച്ചുകൊണ്ട് വന്ന ആ തേയില വെള്ളവും അതുപോലെ തന്നെ അതിനകത്ത് ഇട്ടേക്കുന്നത്, ഇപ്പോൾ ഇത് ചെറുതായിട്ട് തണുത്തിട്ടുണ്ട് കേട്ടോ. പറഞ്ഞ കറിവേപ്പിലയും നമ്മുടെ ആ പറഞ്ഞ വെള്ളവും കൂടെ ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇത് കണ്ടില്ലേ, നല്ല അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ചെറിയ സാധനമൊന്നുമല്ല കേട്ടോ. തേച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മുടി വെട്ടാൻ, ഇപ്പോൾ ആണുങ്ങളാണ് തേക്കുന്നതെങ്കിൽ എങ്ങനെയായാലും മാസത്തിൽ 2 വട്ടം മുടി വെട്ടേണ്ടി വരും. അപ്പോൾ ഇത് പെണ്ണുങ്ങൾക്ക് പിന്നെ മുടി വെട്ടേണ്ട കാര്യമില്ല. അവർക്ക് എത്രത്തോളം വളരുന്നോ അത്രത്തോളം നല്ലതെന്നും പറഞ്ഞ രീതിയിലാണ് ഇപ്പം മുടി അവർ സംരക്ഷിക്കുന്നത്. അപ്പോൾ നമുക്കിത് കുളിക്കുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പ് ഇത് നല്ല രീതിയിൽ തലയിൽ നിന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ തലയോട്ടിയിൽ മാത്രമല്ല, മുടിയിലും നല്ല രീതിയിൽ തേച്ച് പിടിപ്പിക്കുക. ഒരു അരമണിക്കൂർ വെച്ചിരിക്കുക. നിങ്ങൾ സുഖമായിട്ട് കുളിക്കുക. അതിപ്പോൾ ഈ പറഞ്ഞ ഷാമ്പു ഒരു കാരണവശാലും തേക്കരുത് കേട്ടോ. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഷാമ്പു ഇരട്ടരുത്. ഈ പറയുന്ന പയറുപൊടിയോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വെച്ച് നല്ല രീതിയിൽ കഴുകി കളയുക. ഉറപ്പായിട്ട് നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളരുന്നതായിരിക്കും. അത്രത്തോളം റിസൾട്ട് ഉള്ളൊരു സാധനമാണ് കേട്ടോ. കാര്യം മറ്റ് ഈ പറഞ്ഞ എണ്ണകളോ മറ്റ് സാധനങ്ങളൊക്കെ ഒരുപാടുണ്ടെങ്കിലും പക്ഷേ ഈ സാധനത്തിന് നല്ല എഫക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം, ഈ പറയുന്ന സന്ധ്യ കഴിഞ്ഞതിന് ശേഷം ഒരു കാരണവശാലും ഇത് തലയിൽ തേക്കരുത്. കാര്യം ഇതിന് അത്രത്തോളം തണുപ്പുണ്ട്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് പനി വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ മാക്സിമം വീട്ടിൽ നിൽക്കുന്നവരാണെങ്കിൽ മാക്സിമം ഈ പറഞ്ഞ പകൽ സമയങ്ങളിൽ ഇത് തേക്കുക. ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവരാണെങ്കിൽ മാക്സിമം വൈകുന്നേരം തേക്കാതെ നിങ്ങൾ രാവിലെ തന്നെ തേക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ.